ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കിച്ചൂസ് വിഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് പാൽക്കപ്പയും ബീഫും ആണ്. പാൽക്കപ്പയും ബീഫും ഇതുവരെ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ബീഫ് മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പാൽക്കപ്പ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുഖ്യ സൂത്രധാരകർ എന്ന് പറയുന്നത് മീനാക്ഷിയും മിട്ടുവും രശ്മിയും കൂടെയാണ്. അവരിവിടെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവരത് എല്ലാം തയ്യാറായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ബീഫും കപ്പയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ ഉദിച്ച ഒരു ആശയമല്ല. ഇവിടെ ഇരിക്കുന്നുണ്ട് 3 പേര്. ഇവർ 3 പേരും കൂടെ പ്ലാൻ ചെയ്യുന്നൊരു പരിപാടിയാണ് നമ്മുടെ പാൽക്കപ്പയും ബീഫും ചെയ്യാന്നുള്ളത്. അപ്പം പാൽക്കപ്പയും ബീഫും എന്ത് പരുവം ആകുമെന്ന് നമുക്കറിയാൻ പറ്റും. പാൽക്കപ്പൊക്കെയുള്ള കപ്പയൊക്കെ നമ്മൾ റെഡിയാക്കുന്നുണ്ട്. ഈ പാൽക്കപ്പൊക്കെ മിൽമ പാലാണ് ചേർക്കണത്? എന്ത് പാലാണ് ചേർക്കണത്? തേങ്ങാപ്പാല്. അപ്പൊ തേങ്ങാപ്പാല് ചേർത്താണ് പാൽക്കപ്പ വെക്കാൻ പോകുന്നത്. കഴിക്കാൻ വേണ്ടി നമ്മൾ ആദ്യക്കൂട്ടം ഇവിടെ നല്ല റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ആദ്യക്കൂട്ടാ ബീഫ് കഴിക്കുവാ? ബീഫ് കഴിക്കും. ഇപ്പൊ പാൽക്കപ്പൊക്കെ ഉള്ള കപ്പയൊക്കെ അത് നല്ല കൊത്തി റെഡിയാക്കുന്നുണ്ട്. കലങ്ങി വരണ്ട ഇത് വലുതാവുന്നുണ്ട്. പാൽക്കപ്പൊക്കെയുള്ള കപ്പ നമ്മൾ വേവിക്കാനായിട്ട് കടലിലേക്ക് ചെയ്യണം. അപ്പൊ അത് നമ്മള് കപ്പ വേകാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് അടുപ്പിലോട്ട് കയറ്റുവാണ്. അപ്പൊ നമ്മളിത് പാൽക്കപ്പൊക്കെയുള്ള തേങ്ങ ചുരുണ്ടുവാണ്. നമ്മൾ 4 കിലോ കപ്പയാണ് മേടിച്ചിരിക്കുന്നത്. അതിന് 3 തേങ്ങയാണ് എടുക്കുന്നത്. പാൽക്കപ്പൊക്കെ ഉള്ള കപ്പ നല്ല രീതിയിൽ ഉടച്ചെടുക്കുകയാണ് നമ്മുടെ രശ്മി. കപ്പതെ നല്ല രീതിയിൽ ഉടച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ പാൽക്കപ്പൊക്കെയുള്ള തേങ്ങാപ്പാല് പിഴിഞ്ഞടിക്കണം കേട്ടാ. നമ്മൾ ഇതിന് 3 തേങ്ങയുടെ പാലാണ് എടുക്കുന്നത് കേട്ടാ. 4 കിലോ കപ്പക്ക്. അതെ, നമ്മൾ കപ്പയിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുവാണ് കേട്ടാ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇതിന് വറവിളക്കും നമ്മള്. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാല് കപ്പയിലേക്ക് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതെ, നമ്മള് പാൽക്കപ്പൊക്കെ വറതളിക്കാനുള്ള സാധനങ്ങളാണ്. വറ്റൽമുളകും, വേപ്പില, ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമ്മളൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. അപ്പൊ ഇത് നമ്മൾ അട പിടിപ്പിച്ചിട്ട് നമ്മുടെ പാൽക്കപ്പയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മളത് എണ്ണ ആഡ് ചെയ്യാൻ കേട്ടോ. ഇത്ര മതിയാണ്. കുറച്ച് കടുക് ഇടുവാണ് കേട്ടോ. മുളക് ഇടുവാണ്.
കുറച്ച് വേപ്പില ഇടുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ആഡ് ചെയ്യുക. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളക്, സവോള എല്ലാം കൂടെ അതിനകത്തേക്ക് നമ്മൾ പാലയിലേക്ക് അതിന് ശേഷം നമ്മൾ പാൽക്കപ്പയിലേക്ക് ഇത് ആഡ് ചെയ്യും. നമ്മളിത് വറ തളിച്ചത് നമ്മൾ പാൽക്കപ്പയിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമ്മളിത് ബീഫ് കിട്ടുന്ന കടയിലേക്ക് നമ്മൾ പോവുകയാണ്. കുറച്ച് നമ്മൾ ബീഫ് മേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്കിവിടെ റെഡിയാക്കാനായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ബീഫ് നല്ല അടിപൊളിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്കറിനകത്തിട്ട് അരിക്കാൻ പോകണം. പൊടിയൊക്കെ പുരട്ടി കുക്കറിനകത്തിട്ട് ഒന്ന് 7 വിസിൽ അടിക്കണം. അന്നേരത്തേക്ക് നമ്മുടെ ഇറച്ചി നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടും. കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. നമ്മളതിലേക്ക് കുറച്ച് മീറ്റ് മസാല കൂടെ ആഡ് ചെയ്യണേ. നമ്മളിത് ചതച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുവാണ്. നമുക്കൊന്ന് അടച്ച് നമുക്ക് ഗ്യാസിൽ വെച്ച് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മളിത് ബീഫിനുള്ള സവോള കട്ട് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബീഫ് റോസ്റ്റ് നമ്മൾ ചെയ്യാൻ പോവാണ്. അതിന് നമ്മളിത് ഉരുളി അടുപ്പിൽ വെച്ച് ഇനി ബീഫ് റോസ്റ്റിന്റെ പണിയാണ്. നമ്മുടെ ബീഫൊക്കെ നല്ല രീതിയിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. കണ്ട, നമ്മളൊരു ശകലം പോലും വെള്ളമില്ലാതെ വെച്ചതായിരുന്നു. നല്ല അടിപൊളിയായിട്ട് വെന്ത് ഇരിപ്പുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നമ്മൾ ആഡ് ചെയ്യുവാണേ. അതിലേക്ക് നമ്മൾ കുറച്ച് വേപ്പില ആഡ് ചെയ്യുവാണ്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, അതിനോട്ടത്തിൽ നമ്മൾ വെളുത്തുള്ളിയും കൊണ്ട് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് സവോള, പച്ചമുളക്, അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുവാണ്. നമ്മൾ സവോള നല്ല രീതിയിൽ വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുകയാണ് കേട്ടോ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമ്മളിത്
ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട്. നല്ല രീതിയിൽ ബീഫിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പാൽക്കപ്പയും ബീഫും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പാത്രത്തിലേക്ക് നമുക്ക് സർവ് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പാൽക്കപ്പയും ബീഫും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അത് ഇലയിലോട്ട് അവർ വെച്ചിട്ട് ടേസ്റ്റ് നോക്കാൻ പോവുകയാണ്. നമ്മുടെ പാൽക്കപ്പയും ബീഫും. എങ്ങനെയുണ്ട് പാൽക്കപ്പ? കൊള്ളാ? നമ്മുടെ ആദിക്കുട്ടന് കൊടുക്കുകയാണ് കേട്ടാ. ആദിക്കുട്ടാ, എങ്ങനെയുണ്ട് പാൽക്കപ്പ? എങ്ങനെയുണ്ട്? ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പാൽക്കപ്പയും ബീഫും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് കേട്ടാ. കുഴപ്പമില്ല, സൂപ്പറാണ്. പാൽക്കപ്പ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത്, എന്നാലും കുഴപ്പമില്ല. തേങ്ങാപ്പാലിൽ വെച്ചതാണ്. ഞാൻ രണ്ടും കൂടെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ഓക്കെ, ബൈ.